ഇപ്പോൾ പ്രസ് സ്റ്റോപ്പിൽ എല്ലാ പത്രങ്ങളുടെയും പ്രധാന ഹെഡിങ്ങുകൾ കാണിക്കണം, മനോരമ, മാതൃഭൂമി എന്നിവയ്ക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കി എല്ലാ പത്രങ്ങളും വായിക്കണമെന്നാണ് പറയുന്നത്. ER രാഗേഷിനെയും ലിജോ വർഗീസിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഒരു അഭിപ്രായം നമ്മുടെ ജിഷിർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലിജോ വർഗീസാണ്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും പത്രങ്ങളിൽ പലതരത്തിൽ വ്യത്യസ്തമായ തലക്കെട്ടുകൾ ഇന്ന് പല പത്രങ്ങളിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി മലയാള മനോരമ ഈ കറണ്ട് കട്ടിനെ കുറിച്ച് ഇന്ന് ഒന്നാമത്തെ വാർത്തയായി അവരത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വാർത്തകളിൽ മനോരമ അതിന്ന് ഒന്നാമത്തെ വാർത്തയാക്കുന്നു. ഇരുട്ടിൽ തപ്പി എന്നാണ് മനോരമ ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ വില കൊടുത്താലും പുറത്തുനിന്ന് വൈദ്യുതി കിട്ടാനില്ലാത്തൊരു സാഹചര്യമുണ്ട്. പുതിയ കരാറുകൾക്ക് ശ്രമിച്ച് KSEB എന്നുള്ള കാര്യം പറയുന്നു. വൈദ്യുതി പ്രതിസന്ധി തുടർച്ചയായ 4ാം ദിവസവും നിയന്ത്രണം എന്നുള്ള കാര്യം മനോരമ പത്രത്തിലെ ഒന്നാമത്തെ പേജിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇടം നേടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനോരമ കാണുമ്പോൾ മനസ്സിലാവുക. ദേശാഭിമാനി പറയുന്നത് വീണ്ടും ഇരുട്ട് എന്നാണ്. പല നഗരങ്ങളിലും രാത്രി 1 മുതൽ 1.5 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നു. പീക്ക് അവറിൽ നിയന്ത്രണമെന്ന പ്രഖ്യാപനം വിഴുങ്ങി. മഴയെ പഴിച്ച് രക്ഷപ്പെടാൻ നീക്കം. ലോകകപ്പ് മത്സര സമയത്തും പവർ കട്ട്. അതിന് ഒരു ചിത്രമുണ്ട്. പവർ കട്ടിനെ തുടർന്ന് മെഴുകുതിരി വെട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന വീട്ടമ്മ. കോട്ടയം പാമ്പാടിയിൽ നിന്നുള്ള ദൃശ്യം എന്ന അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വലിയ തോതിൽ ഈ കറണ്ട് കട്ട് ആളുകളെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി എന്ന കാര്യം ദേശാഭിമാനി അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. ജനയുഗം പത്രം അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്നത്തെ വാർത്ത മുഖ്യമന്ത്രി VD സതീശിനെതിരെ പരസ്യപ്പോര് എന്നുള്ള വാർത്തയാണ്. രൂക്ഷ വിമർശനവുമായി ബഹുജന സംഘടനകളും നേതാക്കളും. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമെന്ന് ജിൻഡോ ജോൺ. എന്തൊക്കെ നേടിയാലും ആത്മാവ് നശിച്ചാൽ പ്രയോജനമില്ലെന്ന് VR അനൂപ്. അങ്ങനെ ഭരണത്തിലേറിയത് മുതൽ പാർട്ടിയെയും സംഘടനകളെയും വകവയ്ക്കാതെ തന്നിഷ്ടം കാണിച്ചു മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി VD സതീശിനെതിരെ കോൺഗ്രസിൽ പരസ്യപ്പോര്. തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെടുക്കുകയും വിയോജിപ്പ് അറിയിക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ കടുത്ത ഭാഷയിൽ കോൺഗ്രസ് വക്താക്കൾ ഉൾപ്പെടെ പോർമുഖം തുറക്കുന്നു എന്നുള്ള വാർത്തയാണ് ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മുഖ്യമന്ത്രി VD സതീശിനെതിരെയുള്ള വാർത്ത എന്ന നിലയ്ക്ക് UDFിൽ കോൺഗ്രസിൽ പരസ്യപ്പോര് എന്ന നിലയ്ക്ക് വാർത്ത കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഇന്നത്തെ ഒന്നാമത്തെ വാർത്ത അത് ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. കടലിൽ കരുതൽ എന്നാണ് അവരുടെ ഹെഡ്ലൈൻ. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരായ നാവികരെ നിയോഗിക്കരുത് എന്നാണ് ആ വാർത്ത. കമ്പനികൾക്ക് നിർദ്ദേശവുമായി DGMA ആണ്. ഹോർമൂസ് കടലിടുക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ ജോലിക്ക് നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായും ഇന്ന് കൊടുക്കുന്നത്. മംഗളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്തയുണ്ട്. മംഗളം പത്രത്തിൽ പറയുന്നത് ചെങ്കടൽ കവാടം അടയ്ക്കാൻ ഹൂതികൾക്ക് ഇറാന്റെ നിർദ്ദേശമെന്നാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നു. ഇറാനിൽ താവളവും കുട്ടികളുടെ ആശുപത്രിയും ആക്രമിച്ച US സൈന്യം. ഗൾഫിലെ US താവളങ്ങളിൽ ഇറാന്റെ കനത്ത തിരിച്ചടി. അതായത് ഒരു വശത്ത് അമേരിക്ക വലിയ തോതിലുള്ള ആക്രമണം ഘടിപ്പിക്കുമ്പോൾ മറുവശത്ത് ചെങ്കടലും ഹോർമൂസും അടച്ചുകൊണ്ട് ലോകത്തേക്കുള്ള പൂർണ്ണമായ ഇന്ധന നീക്കം, ആ ചരക്ക് നീക്കം തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി അത്തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മംഗളം പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നു എന്ന തലക്കെട്ടോടുകൂടി ഇന്ന് വാർത്ത കൊടുത്തിരിക്കുന്നത്. മനോരമയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് പാർലമെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മനോരമയ്ക്ക് ഇന്ന് 2 ഒന്നാം പേജുകളാണ്. അതിൽ രണ്ടാമത്തെ പേജിലായി പറയുന്നത് പോർമുഖം വീണ്ടും എന്നാണ്. FCRA അടക്കമുള്ള കാര്യങ്ങൾ ബിൽ മഴക്കാല സമ്മേളനത്തിൽ പാസാക്കാൻ കേന്ദ്രം. കഴിഞ്ഞ സമ്മേളനത്തിലെ ബിൽ അതേപടി പരിഗണിച്ചേക്കും. മാറ്റിവെച്ചത് വൻ പ്രതിഷേധത്തെ തുടർന്ന്. അതോടൊപ്പം തന്നെയാണ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണം ഉൾപ്പെടെയുള്ള ബില്ലുകളും ഇത്തവണ വന്നേക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബില്ലും ഇത്തവണ പാസ്സാകും. അങ്ങനെ പോർമുഖം തുറക്കുന്നു പാർലമെന്റിൽ വർഷകാല സമ്മേളനത്തിൽ എന്ന് മനോരമ അവരുടെ ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട്. വീക്ഷണം പറയുന്നത് പ്രക്ഷുബ്ധമാകും പാർലമെന്റ് എന്നാണ്. രാമക്ഷേത്ര തട്ടിപ്പ്, ഇന്ധനവില, പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കും. അതുകൊണ്ട് പ്രക്ഷുബ്ധമാകും പാർലമെന്റ് എന്ന് പറയുന്നു. സർക്കാരിനെതിരെ കടന്നാക്രമണത്തിന് കോൺഗ്രസ് തന്ത്രങ്ങൾ ചർച്ച ചെയ്ത് ഉന്നത നേതൃയോഗം എന്നതടക്കമുള്ള വാർത്തകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് വീക്ഷണം അവർ ഒന്നാമത്തെ പേജിൽ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.
വീണ്ടും സുപ്രഭാതത്തിലേക്ക് വന്നാൽ സുപ്രഭാതത്തിൽ മറ്റൊരു വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി അവർ കൊടുത്തിരിക്കുന്നത്. അത് സമുദ്ര ദുരന്തം എന്നാണ് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മ്യാൻമാർ തീരത്ത് റോഹിംഗ്യൻ ബോട്ടുകൾ മുങ്ങി 500 പേർ മരിച്ച വാർത്ത ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി സമുദ്ര ദുരന്തം എന്ന പേരിൽ സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമാർ തീരത്ത് റോഹിംഗ്യർ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ കടലിൽ തകർന്നുണ്ടായ അപകടങ്ങളിൽ 500-ലധികം പേർ മരിച്ചതായി UN അന്താരാഷ്ട്ര മൈഗ്രേഷൻ ഏജൻസി അറിയിച്ച കാര്യമാണ് സുപ്രഭാതം അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക് കേരളത്തിലേക്ക് വീണ്ടും വന്നാൽ മാധ്യമം പത്രം ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നത് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സർവീസ് പബ്ലിക് അല്ല എന്നാണ് അവരുടെ ഹെഡ്ലൈൻ. മാർക്ക് വിവരം നൽകില്ലെന്ന് PSC. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് തള്ളി PSC. ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലേക്ക്. ക്രമക്കേട് പുറത്തുവന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് തസ്തികയിലെ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് തള്ളി PSC എന്നുള്ള വാർത്തയാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലക്ക് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത മംഗളം പത്രത്തിൽ തന്നെയുണ്ട്. അത് ദേവന്റെ ആസ്തി ഡിജിറ്റലാക്കണം എന്നുള്ള വാർത്തയാണ്. ശബരിമലയിലെ ഹൈക്കോടതി നിർദ്ദേശം ദേവന്റെ ആസ്തി ഡിജിറ്റലാക്കണം. പൊതുപണത്തിന്റെ കൃത്യം കണക്ക് ബോർഡ് സൂക്ഷിക്കണം. സ്റ്റോക്ക് ബുക്ക് പരിശോധിച്ച കോടതിക്ക് കടുത്ത അതൃപ്തി. മണ്ഡലകാലത്തിന് മുൻപ് കണക്ക് ഡിജിറ്റലാക്കണമെന്ന് ബോർഡ് പറഞ്ഞ കാര്യമാണ്. ശബരിമലയിലേക്ക് ലഭിക്കുന്ന മുഴുവൻ കണക്കുകളും ഡിജിറ്റലാക്കണം എന്നുള്ളതാണ് ആ വാർത്ത. കേരള കൗമുദിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരള കൗമുദി പറയുന്നത് അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. ശബരിമലയിലെ സ്റ്റോക്ക് രജിസ്റ്റർ മുറുക്കാൻകടയിലെ ഡയറി പോലെയാണ് എന്നാണ്. കട്ടിൽ വാങ്ങലിൽ സുതാര്യത വേണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ശബരിമല ആസ്തി വിവരങ്ങൾ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ബുക്ക് മുറുക്കാൻ കടയിലെ ഡയറി പോലെയാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു എന്നുള്ള കാര്യമാണ് കേരള കൗമുദി. ഈ വാർത്ത തന്നെ അവർ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയുള്ളത് മൂന്നാം ഭാഷ 9ാം ക്ലാസ്സിൽ തുടങ്ങരുത് നിരീക്ഷണവുമായി സുപ്രീം കോടതി എന്നുള്ളതാണ്. CBSEയുടെ ത്രിഭാഷാ നയം നടപ്പാക്കൽ വിവാദമായിരിക്കെ 3ാം ഭാഷ പഠിപ്പിക്കൽ 9ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കണമെന്ന നിരീക്ഷണവുമായി സുപ്രീം കോടതി. 9ാം ക്ലാസ്സിൽ പുതിയ ഭാഷ പഠിപ്പിക്കരുതെന്നും എന്നതാണ് സുപ്രീം കോടതി പറയുന്നത്. അതിന് കാരണം 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ വലിയ തരത്തിലുള്ള ആശങ്കമായിരിക്കുന്ന വിദ്യാർത്ഥികൾ 9ാം ക്ലാസ്സിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് സുപ്രീം കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. അത് മാതൃഭൂമിയിലെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായുണ്ട്. ഇസ്രോയിൽ കൂട്ടരാജി എന്നുള്ളതാണ് ഇന്ന് ദീപികയിലെ ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. ദൗത്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ നടപടിക്കൊരുങ്ങി കേന്ദ്രം എന്നുള്ളതാണ്. ISROയിൽ നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 100-ലധികം ശാസ്ത്രജ്ഞർ രാജിവെച്ചെന്ന് റിപ്പോർട്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗഗൻയാൻ പോലുള്ള രാജ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള നിർണായക ദൗത്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ തിരക്കിട്ട നീക്കവുമായി കേന്ദ്ര സർക്കാർ എന്നുള്ള വാർത്തയാണ് ദീപിക അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിരിക്കുന്നത്. മെട്രോ വാർത്തയിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഓട്ടം തുടങ്ങും. ചരിത്ര കുതിപ്പിന് ഇന്ത്യ. 2600 പേർക്ക് യാത്ര ചെയ്യാം. ഹരിയാനയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വേഗം പരമാവധി മണിക്കൂറിൽ 75 കിലോമീറ്റർ. ദിവസവും 2 റൗണ്ട് ട്രിപ്പുകൾ വീതം. മലിനീകരണത്തിന് കാരണമാകുന്ന കാർബൺ പുറന്തള്ളില്ല, ആവി മാത്രമാണ് പുറത്തുവിടുന്നത്. അതൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ പ്രത്യേകതയായി പറയുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിൽ ഓട്ടം തുടങ്ങുന്നു എന്നുള്ള വാർത്തയാണ് മെട്രോ വാർത്ത. മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. പക്ഷേ മെട്രോ വാർത്ത അത് ഒന്നാമത്തെ തലക്കെട്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൗതുക വാർത്ത മാതൃഭൂമിയിലുണ്ട്. അതിങ്ങനെയാണ്: ആശ കൊടുത്തു പെണ്ണു കൊടുത്തില്ല എന്നാണ്. വിവാഹ ബ്യൂറോ നൽകണം പിഴ 8000 രൂപ. പങ്കാളിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ 3000 രൂപ അടച്ച് വിവാഹ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്തു. 9 വർഷം കഴിഞ്ഞിട്ടും നടപടി ആകാഞ്ഞതോടെ പണം തിരിച്ചു ചോദിച്ചു. കൊടുത്തത് മാത്രമല്ല മനസമാധാനം പോയതിനുള്ളതിനും കിട്ടണം. 8000 രൂപ നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് ഉത്തരവിട്ട് ഉപഭോക്തൃ ഫോറം. ആ നിരാശനായ അവിവാഹിതൻ്റെ ഫോറം കൂടെ നിന്നതോടെ വിവാഹം ആയിരങ്ങളുടെ പ്രശ്നമാണെന്ന് തെളിഞ്ഞു എന്നാണ് പറയുന്നത്. 9 വർഷം ഒരു പെണ്ണ് കിട്ടുന്നത് ബന്ധപ്പെട്ട് 3000 രൂപ അടച്ച് കാത്തുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് മാതൃഭൂമി ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്ത ഒരു കൗതുക വാർത്ത എന്ന നിലക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രികയിലേക്ക് വന്നാൽ ചന്ദ്രിക ഇന്ന് സ്പോർട്സുമായി ബന്ധപ്പെട്ട് യൂറോപ്പ് വേഴ്സസ് ലാറ്റിൻ അമേരിക്ക എന്നാണ്. സ്പെയിൻ അർജന്റീന ഫൈനൽ ഞായറാഴ്ച എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയെ ഒന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നുണ്ട്. മറ്റു പത്രങ്ങളിലും വാർത്തകളുണ്ട്, ഈ വാർത്തയുണ്ട്. പക്ഷേ കുറേ കൂടി കൗതുകം എന്ന നിലയ്ക്ക് അതിൻ്റെ ഹെഡ്ലൈൻ കൊണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മനോരമയിൽ പക്ഷേ
നാളെ നടക്കാൻ അല്ലെങ്കിൽ ഞായറാഴ്ച നടക്കാൻ പോകുന്ന കളിയെ മറ്റൊരു തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: കുട്ടിക്കുളി കാര്യമായി എന്നാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധേയമാവുകയാണ് സൂപ്പർ താരം ലയണൽ മെസ്സി സ്പാനിഷ് താരം ലമിൻ യമാലിനെ കുളിപ്പിക്കുന്ന ഈ ചിത്രം. താൻ താലോലിച്ച കുരുന്നിനെ മെസ്സി നേരിടുന്നു എന്ന കൗതുകമാണ് ഈ ചിത്രത്തെ വീണ്ടും ചർച്ചയാക്കുന്നത് എന്നാണ്. ആ ചിത്രം വെച്ചുകൊണ്ടാണ് മനോരമ ഇവർ തമ്മിലുള്ള മത്സരത്തെ കാണിക്കുന്നത്. വളരെ രസകരമായി മനോരമ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ദീപികയിലേക്ക് വന്ന 2 എഡിറ്റോറിയലാണ്. അതിൽ ആദ്യത്തെ എഡിറ്റോറിയൽ ദീപികയിലാണ്. അത് ദാരാ സിംഗ് വ്യക്തിയല്ല എന്നാണ്. ദാരാ സിംഗ് സ്വാതന്ത്ര്യം ആഘോഷിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ വിദ്വേഷ ഫാക്ടറികളിൽ പുറത്ത് സജീവമായിരിക്കെ ഉൽപ്പന്നങ്ങളിൽ ഒന്നിനെ അകത്ത് സൂക്ഷിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ. ജീവിതം അത്രയും കുഷ്ഠരോഗികൾക്കും ആദിവാസികൾക്കും വേണ്ടി സമർപ്പിച്ച ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ചുട്ടുകൊന്ന ദാരാ സിംഗ് ജയിൽ മോചിതനാവുകയാണ്. അദ്ദേഹവും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കട്ടെ. അതിനു മുൻപായി തീരുമാനമെടുക്കണം. ശിക്ഷ ഇളവ് പരിശോധിക്കുന്ന അവലോകന സമിതിയോട് സുപ്രീം കോടതി ബെഞ്ച് നൽകിയ നിർദ്ദേശമാണിത്. കേൾക്കുമ്പോൾ മനുഷ്യത്വത്തിനും പൊള്ളുമെങ്കിലും കൊലപാതകികളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ട സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസിനെ മറക്കരുത് എന്നുള്ളതാണ്. അതായത് ഇത്രത്തോളം ക്രൂരമായൊരു കൃത്യം നടത്തിയാൽ അത് വിദ്വേഷത്തിൻ്റെ ഭാഗമായി കൊലപാതകം നടത്തിയ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടുകൊന്ന കേസിലെ പ്രതിയെ നല്ല നടപ്പിൻ്റെ ഭാഗമായി ശിക്ഷ ഇളവ് നൽകുന്നതിനെ എതിർത്തുകൊണ്ടാണ് ദീപിക അവരുടെ ഹെഡ്ലൈൻ അവരുടെ പ്രധാനപ്പെട്ട അവരുടെ എഡിറ്റോറിയലായി അവർ ആ വാർത്ത ഇന്ന് എഴുതിയിരിക്കുന്നത്. മനോരമയുടെ എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ആണവ വിവരങ്ങൾ ചോർന്നുകൂടാ എന്നുള്ള വാർത്തയാണ്. കൂടംകുളം ഉത്തരവാദിത്തത്തിൽ നിന്ന് അധികൃതർക്ക് കൈകഴുകാനാവില്ല എന്നാണ്. ഓരോ രാജ്യത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ രഹസ്യ വിവരങ്ങളുടെ ഗണത്തിലുള്ളതാണ് ആണവോർജം സംബന്ധിച്ചുള്ളതെല്ലാം. ഏത് സാഹചര്യത്തിലും ആ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളത്തിൻ്റെ ആയിരക്കണക്കിന് സുപ്രധാന രേഖകൾ ചോർന്നുവെന്ന വിവരം നമ്മെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും. സൈബർ വഴിവാണിഭക്കാർക്ക് ലേലം വിളിക്കാനുള്ളതല്ല കൂടംകുളത്തെ ആണവ നിലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇപ്പോഴത്തെ ചോർച്ചയുടെ കാര്യകാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, ഒരു വിധത്തിലുള്ള വീഴ്ചയ്ക്കും ഇനി ഇടവരില്ലെന്ന് അധികൃതർ ഉറപ്പാക്കുകയും വേണം. നമ്മുടെ തൊട്ടായിൽ സംസ്ഥാനത്തുള്ള ഈ ആണവ നിലയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം അന്ന് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധം ഇക്കാര്യമായി ഉയർത്തിയതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലെ ഡാറ്റകൾ കൂടി ചോരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നതിനെ മനോരമ മാത്രമല്ല മാതൃഭൂമിയിലെയും ഇന്നത്തെ എഡിറ്റോറിയൽ അതുതന്നെയാണ്. അങ്ങനെ വ്യത്യസ്തമായ തലക്കെട്ടുകൾ രാജ്യത്തെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും കേരളത്തിലുമുള്ള വാർത്തകളെ തലക്കെട്ടുകളാക്കിയിരിക്കുകയാണ് പല പത്രങ്ങൾ പലതരത്തിൽ. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് സേതുവിലേക്ക്. ഓക്കെ ലിജോ, ശരി.